നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കണുകൾ ഇതുപോലെ വളരെ വലിയ സൈസിൽ നമുക്ക് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും വലിയ രൂപത്തിൽ എന്തിനാണ് ഡിസ്പ്ലേയിൽ ആപ്ലിക്കേഷൻ്റെ ഐക്കണുകൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് എന്ന്. നമ്മളെപ്പോലെ ആയിരിക്കില്ല നമ്മുടെ വീട്ടിലുള്ള പ്രായം ചെന്ന ആളുകൾ. അവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ വാട്സാപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുണ്ടാകൂ. ഇത്രയും ആപ്ലിക്കേഷൻ്റെ ഇടയിൽ വാട്സാപ്പ് പ്രത്യേകിച്ച് അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ വലിയ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് QR കോഡ് രൂപത്തിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. അവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും വേണ്ട. ഒരുപാട് ഐക്കണുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് വിഡ്ജറ്റ്സ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും, ഇവിടെ മുകളിൽ തന്നെ ആപ്ലിക്കേഷൻ കാണാം, പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ പേര് ഇതാ ഇവിടെ ഉണ്ടാകും. അവിടെ നിങ്ങൾ തിരഞ്ഞു പിടിക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും വളരെ വലുതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വലുതാക്കി വെക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ വാട്സപ്പ് ഒന്ന് ടച്ച് ചെയ്യാണ്. ടച്ച് ചെയ്ത ഉടനെ തന്നെ വാട്സപ്പ് ഇവിടെ വന്നു. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് വളരെ വലുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിലും കൂട്ടാൻ സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഡിസ്പ്ലേയിൽ എത്രത്തോളം വലിപ്പം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വലിപ്പത്തിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിഞ്ഞ ഏതെങ്കിലും ഭാഗത്തൊന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അത് സാധാരണ പോലെ ഉപയോഗിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഇതുപോലെ ഡിസ്പ്ലേയിൽ വലുതായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തിട്ട് വിഡ്ജറ്റ്സ് ടച്ച് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഉള്ളത് എന്ന് നോക്കുക. ഇതാ ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ അവിടെ വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഫേസ്ബുക്ക് തിരഞ്ഞെടുക്കുകയാണ്. ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഫേസ്ബുക്ക് അവിടെ വന്നു. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വലുതാക്കിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രായമായവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇതുപോലെ അവരുടെ മൊബൈൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അവർക്ക്. ഓക്കെ, ഇനി നമുക്കത് വേണ്ട എങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിമൂവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇതാ വാട്സപ്പും കൂടി ഞാനിപ്പോൾ റിമൂവ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. മൊബൈലിലെ ഒരു പെർമിഷനും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. പ്രായമുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ അവരുടെ മൊബൈൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാഴ്ച കുറവുള്ള ആളുകൾക്കും ഇതുപോലെ സെറ്റ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.